നമസ്കാരം. ഒടുവിൽ നിലമ്പൂർ നിലനിർത്താൻ എം സ്വരാജിനെ ഇറക്കി CPM. രാഹുൽ മാക്കൂട്ടത്തെപ്പോലുള്ള യൂത്തന്മാരുടെ വെല്ലുവിളികൾക്കും ആക്ഷേപങ്ങൾക്കും കൃത്യമായ മറുപടി നൽകിയാണ് കരുത്തനായ സ്വരാജിനെ സ്വന്തം മണ്ഡലത്തിൽ തന്നെ മത്സരിപ്പിക്കുവാൻ പാർട്ടി തയ്യാറായത്. മത്സരത്തിന് പുതിയൊരു മാനം കൈവരുത്താൻ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇടയാക്കിയെന്നത് നിസ്സാര കാര്യമല്ല. ഇനി അഥവാ PV അൻവർ മത്സരിച്ചാലും ഇല്ലെങ്കിലും പാർട്ടി വോട്ടുകൾ സ്വന്തം ചിഹ്നത്തിൽ തന്നെ വീഴിക്കാൻ പാർട്ടിക്ക് കഴിയും. ജയപരാജയങ്ങൾ എന്തുതന്നെയായാലും നിലമ്പൂരിലേത് ശക്തമായ മത്സരമാക്കി മാറ്റാൻ CPMന് കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല. പാർട്ടിയുമായി അകന്നെങ്കിലും CPM അനുഭാവ വോട്ടുകൾ തനിക്ക് തന്നെയായിരിക്കുമെന്ന PV അൻവറിൻ്റെ ആത്മവിശ്വാസമാണ് ഇതോടെ പൊളിഞ്ഞു പാളീസായത്. അൻവറിൻ്റെയും പാർട്ടിയുടെയും UDF പ്രവേശം അനിശ്ചിതത്വത്തിലായ സാഹചര്യത്തിൽ ഇനി എല്ലാ കണ്ണുകളും സ്വരാജിലേക്കാവും. ആര്യാടൻ ഷൗക്കത്ത് സ്വരാജ് മത്സരത്തിലേക്ക് നിലമ്പൂർ രാഷ്ട്രീയം വഴിമാറുമ്പോൾ PV അൻവറിൻ്റെ രാഷ്ട്രീയ മോഹങ്ങൾ അവസാനിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കൂട്ടുന്നത്. എന്നാൽ അൻവറിനെ പിണക്കി മുന്നോട്ട് പോകാൻ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF തയ്യാറാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതും മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു സ്വതന്ത്രൻ മത്സരിച്ചിരുന്നുവെങ്കിൽ അൻവറിനെ അവഗണിക്കുവാൻ UDFന് കഴിയുമായിരുന്നു. എന്നാൽ സ്വരാജ് മത്സര രംഗത്ത് ഇറങ്ങിയതോടെ ആ സാധ്യത മങ്ങി. ലീഗ് നേതാക്കളും മതപണ്ഡിതന്മാരും അല്പം കൂടി കാത്തിരിക്കാൻ അൻവറിനോട് ആവശ്യപ്പെട്ടത് UDF അൻവറിനെ സഹകരിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ്. വാസ്തവത്തിൽ സ്വരാജ് സ്ഥാനാർത്ഥി ആയതോടെ അൻവറിൻ്റെ ഡിമാൻഡ് കുറയുകയല്ല കൂടുകയാണ്.